കുഞ്ഞിച്ചോ മിനസാൻ നമ്മുടെ സാൻ മീസർ ഓഫ് ദി സോക്രഡ് ഡെസേർട്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് എനിക്ക് തരാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാനോ മെഷീൻ പോലെയോ മിസ്റ്റ് മൈറ്റ് മൊഹയം പോലെയോ സോളോ ലെവലിംഗ് പോലെയോ ഒരു മാസീവ് ഉള്ള ഒരു മാൻഹോ ഒന്നുമല്ല. ഇത് റീസെന്റ് പുറത്തിറങ്ങിയ ഒരു പുതിയൊരു മാൻഹോ സീരീസ് ആണ്. അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രം. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തേക്ക്. അതേപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. പിന്നെ ആദ്യം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും പതുക്കെ അത് സെറ്റ് ആയിക്കോളും. അത് ഞാൻ വക്കേരുവാണ്, ബിക്കോസ് ഞാൻ ഇതിപ്പോൾ കറലി കോട്ടപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് സിയോൺ പറയുകയും ചെയ്യും, എനിക്കത് ക്ലിയർലി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ശരീരത്തിലുള്ള ഓരോ സെൽസും എന്നോട് പറയുന്നുണ്ട്, ഇതാണ് ശരിക്കും അവേക്കണിങ്. പെട്ടെന്നാണ് ആ സാൻഡ് മോൺസ്റ്റർ ഉച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങിയത്. അടുത്ത സെക്കൻഡ് സിയോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. വാ വാ ഞാനിപ്പോ കാണിച്ചു തരാം എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞപ്പോഴാണ് നീ എൻ്റെ വട്ടം വന്ന് നിൽക്കുകയാണ്, മാറി നിൽക്കെന്ന് പറഞ്ഞ് ഒരുത്തരം എൻ്റെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അല്ല ഇത് അടുത്ത സെക്കൻഡ് സിയോനെ അവൻ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞു. അവനവിടെ ഒരു മണൽ തിട്ടയിൽ വന്ന് വീഴുന്നുണ്ട്. നാശം, അതാരായിരുന്നു? ഞാൻ അവനെ കണ്ടതുപോലും ഇല്ലല്ലെന്നും പറഞ്ഞ് അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഹ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടിട്ടാണ് ഇങ്ങനെ മനുഷ്യരെ കഴിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് അതിന്റെ ശരീരത്തിലേക്ക് ഒരു സോൾ കുത്തി ഇറക്കുന്നതാണ്. അതിലുപരി എത്ര ഉയരത്തിലാണ് നീയൊക്കെ വന്ന് നിൽക്കണത്? നീയൊക്കെ നിലത്ത് നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് മര്യാദക്ക് താഴത്തേക്ക് പോകുന്നു പറഞ്ഞ് അവൻ അവൻ്റെ കാലുയർത്തിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്നത് ലിറ്ററലി ആ സാൻഡ് മോൺസ്റ്റർ നിലം പതിക്കുന്നതാണ്. ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? അത്രയും വലിയൊരു സാൻഡ് മോൺസ്റ്ററിനെ അവൻ നിസ്സാരമായി തന്നെ ഡിഫീറ്റ് ചെയ്തു. അതോ സോഡ് യൂസ് ചെയ്ത്. ഓ കോപ്പ്, ഇത് ഇവിടെ സ്റ്റക്കായല്ലോ. അല്ല, ഇവനെങ്ങനെ ഒരു അവയക്കിണറാണോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ യോൺ ബിയോം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്യാപ്റ്റൻ? അല്ല, ഇതാരാണ്? പിന്നല്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിക്കും. ആ മതി ബാ നമുക്ക് തിരിച്ചു പോകും. അല്ല, ഇവളെപ്പോഴാണ് ഇവിടേക്ക് വന്നത്? അതിലുപരി അവൾ ശരിക്കും സ്ട്രോങ്ങറാണ്. അല്ല, ഒരു നിമിഷം എൻ്റെ കൈ കംപ്ലീറ്റ്ലി ഫ്രീസ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്റെ കൈ വലിക്കാനായിട്ട് നോക്കി. നിനക്കറിയാലോ ഈ സാൻഡ് ബോം എന്ന് പറയുന്നത് അത്ര ഈസിയായുള്ള ഒപ്പോണന്റ് അല്ലെന്ന് ജിൽസിയ. ആ അതൊക്കെ എനിക്കറിയാം. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് മൈൻഡ് അത് നേരെ മുന്നിലേക്ക് നടന്നു വന്നു. ഇതേ സമയം പെട്ടെന്ന് അവളൊരു അറ്റാക്ക് ചെയ്ത് അവനെ മുകളിലേക്ക് എടുത്ത് ഉയർത്തി. എന്നിട്ട് നേരെ നിലത്തേക്ക് വെച്ച് അവന്റെ കൈ പിടിച്ച് അങ്ങോട്ട് തിരിച്ചു. ഇനി എനിക്ക് കാണണം നിന്റെ എബിലിറ്റി എന്തുവാണെന്ന്. അപ്പൊ കണ്ടാലോ ഈ വിഡിയുടെ എബിലിറ്റി എന്നു പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡേജ് അവൾ പതുക്കെ അഴിക്കാനായിട്ട് നോക്കി. അല്ല, ഇത് ക്യാപ്റ്റൻ ഇവൻ അവയ്ക്കണ്ടൊന്നും അല്ല കേട്ടോ. ഇത് നീ എന്താണ് പറഞ്ഞത്? നീ എന്ത് വിഡിത്താണ് പറയുന്നത്? ദേ, ഇവന്റെ കയ്യിലൊരു റാങ്ക് ഇഗ്നീഷ്യ ഒന്നും ഇല്ല കേട്ടോ. എന്ത് റാങ്ക് ഇഗ്നീഷ്യ ഇല്ലെന്നോ? എന്റെ കയ്യിലോ? ഇവനെ ബ്ലൈൻഡ് ആണോ? അല്ല, റാങ്ക് ഇഗ്നീഷ്യ ഇല്ലാത്ത ഒരാളെങ്ങനെയാണ് അവയ്ക്കണ്ടറാകുന്നത്? നീയൊക്കെ അവിടെ എന്ത് ചെയ്യുവാണ്? വന്നേ, സന്ധ്യാകാറായി, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണ്ടേ? ആ വന്നടാ, ഒന്ന് അടങ്ങ്. അല്ല ക്യാപ്റ്റൻ, ഇവനെന്ത് ചെയ്യും? ഇവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ട് ഇവിടെ കിടന്ന് ചാകും. ഓ, നീ ഇപ്പൊ എന്നെ കൊന്നില്ലെന്നേ ഉള്ളു. ആ സമയത്ത് ക്യാപ്റ്റൻ അവനെ തന്നെ നോക്കി. സിയോൺ തിരിച്ച് നോക്കുകയും ചെയ്തു. അവനെടുത്ത ഡിക്കിലിട്ടിട്ട് നമ്മൾ എന്തായാലും ആ ഒരു മൈനിങ് ഏരിയയിലേക്കട്ടല്ല പോണ, ഇവൻ അവിടെ എങ്ങനെ ഇറക്കി വിടാം. യെസ് സാർ എന്ന് പറഞ്ഞ് അവനെ പൊക്കിക്കൊണ്ട് അവൾ പോകുകയും ചെയ്യും. പിന്നെ കാണിക്കുന്ന ഒരു കിട്ടിലെ ഹമ്മറിൽ ഒരു യാത്ര ചെയ്യുന്നതാണ്. അവരട്ടെ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ നിന്നോടൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തോന്നിയ പോലെ ഇറങ്ങി പോകില്ലെന്ന്. രാത്രിക്ക് മുമ്പ് അവിടെ ചെല്ലണമെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ. അവര് നല്ല ബഹളമായിരുന്നു. അങ്ങോട്ടേക്കിട്ട് മഴയ്ക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. എന്നാൽ സിയോണട്ടെ അവിടെ പുറകിൽ കിടക്കുകയാണ്. അവർ നോക്കാൻ നേരത്ത് അവൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് സാൻഡ് അവന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, സിമ്പിളായിട്ട് തന്നെ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഡെഫിനറ്റ്ലി ഒരു അവേക്കനാണ്, അതൊരു എബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ അവരെന്താണ് എൻ്റെ റാങ്ക് ഇഗ്നീഷ്യ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? അല്ല, പറഞ്ഞതുപോലെ ഇതിൻ്റെ കളറിനും ചെറിയ ചേഞ്ച്. ഓറഞ്ച് ആണോ? അല്ല, ഇതിന് ഈ സാൻഡുമായിട്ട് ഏതോ സെയിം കളറാണല്ലോ. ഈ ഒരു റാങ്ക് ഇഗ്നീഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ കളർ ബേസ്ഡ് ആണ് ഒരു അവേക്കണറിന്റെ ടൈപ്പ് നിശ്ചയിക്കുന്നത്. ഈ ബ്ലൂ എന്ന് പറഞ്ഞത് മാജിക് ടൈപ്പാണ്, റെഡ് എന്ന് പറയുന്നത് മാർഷ്യൽ ടൈപ്പാണ്. ആൻഡ് ഇതൊന്നും കൂടാതെ ഒക്കേഷനിൽ കുറച്ചധികം അധികം അവേക്കണിസ്റ്റും ഉണ്ട്. പക്ഷേ എൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞത് അത് ഈ സാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ ഞാൻ ഇതിനെപ്പറ്റി ഇതിനു മുമ്പ് കേട്ടിട്ട് പോലില്ലെന്ന് പറഞ്ഞ് അവൻ്റെ ചുറ്റിനുണ്ടായിരുന്ന സാൻഡൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും റാങ്ക് വെച്ച് നോക്കിയിട്ട് ഞാൻ എങ്ങനെ പോലും ഒരു F റാങ്ക് ആയിരിക്കും, ഏറ്റവും ലോവസ്റ്റ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബൗണ്ട്ലെസ് ഉള്ള പൊട്ടൻഷ്യലുണ്ട്, ഈ ഒരു മരുഭൂമി പോലെ. എന്നിട്ട് അവൻ ചിരിച്ചിട്ട് പറയുകയും ചെയ്യും, സമയം എന്തായാലും ഇപ്പം എൻ്റെ കൂടെയില്ല,
പക്ഷേ ഒരിക്കൽ അത് ഉറപ്പായിട്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരും. എന്തായാലും ആ സമയം വരെ ഞാനിത് ഹൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം ഈ ഒരു എൻ്റയർ ഡെസേർട്ട് അല്ല, ഈ ഭൂലോകം തന്നെ ഇനി എൻ്റെ ശക്തിയുടെ കീഴിലാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ടൗൺ ആണ്. അവരവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലേ മാന ക്രിസ്റ്റൽ മൈൻ. ഇതൊരു ചെക്ക് പോയിന്റ് അല്ലേ? ഡാ ചെറുക്ക, നീ എന്നെ ഫോളോ ചെയ്. അല്ല, ഇത് അഴിച്ചു വിടൂ. ദേ എൻ്റെ വായിരിക്കുന്ന വല്ല കേൾക്കും, മര്യാദക്ക് വാന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഒരുത്തൻ പോവുകയും ചെയ്യും. ഈ സമയത്താണ് അവൻ പറയുന്നത്, അത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലേ. അതെന്താ ക്യാപ്റ്റൻ അങ്ങനെ പറഞ്ഞത്? അവൻ സർവേ ചെയ്തുകൊണ്ടാണോ? അവൻ സർവേ ചെയ്തൊന്നുമില്ല, അത് പ്യൂർലി കോയിൻസിഡൻസ് ആയിരുന്നു. അത് കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കാണിക്കുന്നത് അവൻ കുറച്ചു മുമ്പ് ശ്രദ്ധിച്ച ആ ഒരു കാര്യമാണ്. അതായത് ആ ഒരു സാൻഡ് വേമിന്റെ ശരീരത്ത് ഒരു മാസീവ് ഉള്ള ഹോൾ ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ അവൻ പറയും ചെയ്യും, എന്തായാലും അവൻ്റെ പേരൊന്ന് തിരക്കേണ്ടതായിരുന്നു. കാര്യം എൻ്റെ മനസ്സ് പറയുന്നത് നമ്മൾ അവനെ ഉറപ്പായിട്ടും ഇനിയും കാണുമെന്നാണ്. അതും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ നല്ല സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസ് ആയിട്ട് വരും.